ഭർത്താവിന് വേണ്ടി ഒരു വലിയ റിസ്ക് ഏറ്റെടുക്കുന്ന നായിക. എന്നാൽ അതിനൊടുവിൽ അവൾ പോലും വിചാരിക്കാത്ത ഒരു വലിയ സംഭവം അവൾക്കുണ്ടാവുകയാണ്. അതെന്തായിരുന്നു? എന്ത് റിസ്ക് ആണ് നായിക ഭർത്താവിന് വേണ്ടി ഏറ്റെടുത്തത്? ഭർത്താവിന് എന്ത് പറ്റി? ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ എല്ലാ മച്ചാന്മാരെയും സിനിമാറ്റോഗ്രാഫറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കുന്നത് 90 മിനിറ്റ്സ് എന്ന മലയാളം മൂവിയാണ്. ഒരു CNG പ്ലാന്റ് കാണിച്ചുകൊണ്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയുള്ള സെക്യൂരിറ്റി ആണെങ്കിൽ പൈപ്പിനുള്ള പ്രഷറൊക്കെ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം മൊബൈലിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അവിടെ എന്തൊക്കെയോ സൗണ്ടുകൾ അയാൾ കേൾക്കുന്നു. എന്നാൽ അയാളാണെങ്കിൽ ആദ്യം ഇതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. എന്നാൽ വീണ്ടും വീണ്ടും ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അതെന്താന്ന് നോക്കാൻ വേണ്ടി അയാൾ അവിടെ എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയത്ത് ആ സീനോടെ കട്ടാക്കി അവിടുന്ന് 120 മിനിറ്റുകൾക്ക് മുമ്പുള്ള ഒരു സീക്വൻസ് കാണിക്കാൻ തുടങ്ങുകയാണ്. ഈ മൂവിയിലെ നായികയായ ആൻസിയും അവളുടെ ഫ്രണ്ടായ സിബിയും കൂടി ഒരു വലിയ പൈപ്പിലൂടെ അകത്തേക്ക് കയറി പോവാണ്. ഇവരെന്തിനെങ്ങനെ പോകുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈപ്പിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പെൻഡ്രൈവ് ഇരിപ്പുണ്ട്. അത് വലിയൊരു തെളിവാണ്. സോ ആ പെൻഡ്രൈവ് എടുക്കാൻ വേണ്ടിയാണ് ഇവർ രണ്ടുപേരും കൂടി പോകുന്നത്. ആ പെൻഡ്രൈവിൽ എന്താ ഉള്ളതെന്നല്ലേ ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത്? അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആൻസിന്റെ ഭർത്താവ് ജോൺ ഇപ്പൊ ജയിലിലാണ്. അയാൾ കുറച്ച് വർഷങ്ങളായിട്ട് ഒരു പ്രൊജക്ടിന് പുറകെയായിരുന്നു. പൊല്യൂഷൻ ഇല്ലാത്ത CNG വാഹനങ്ങള് നിരത്തിലിറക്കുക. ഇങ്ങനെ ഒരു പ്രൊജക്ട് നാട്ടിൽ നടപ്പിലാക്കിയ അതുവഴി ജനങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. മാത്രമല്ല ഇതിലൂടെ വലിയൊരു വിജയം കൊയ്യാന്നും ജോണിന് ഉറപ്പുണ്ടായിരുന്നു. ആ പ്രൊജക്ടില് ജോണിനോടൊപ്പം ഒരു പാർട്ണറും കൂടി ഉണ്ടായിരുന്നു. ഹരി എന്നായിരുന്നു അയാളുടെ പേര്. ഇവര് രണ്ടുപേരും കൂടിയാണ് ആ പ്രൊജക്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. എന്നാൽ അതിൽ മെയിൻ കോൺട്രിബ്യൂഷനും ജോണിന്റേതായിരുന്നു. എന്നാൽ ഈ പ്രൊജക്ട് 100% വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ ഹരി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ജോണിനെ പറ്റിച്ച് ഇത് മറിച്ചടിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഈ പ്രൊജക്ട് വലിയൊരു എമൗണ്ട് വാങ്ങി മറ്റൊരു കമ്പനിക്ക് മറിച്ച് വിൽക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ജോണ് കൂടെയുള്ളപ്പം ഒരിക്കലും ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഹരി ജോണിനെ ഒഴിവാക്കാനായിട്ട് ജോണിനെതിരെ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി അവനെ ചതിപ്പെടുത്തി ഹരി ആ ഒരു രീതിക്ക് അവനെ ജയിലിലാക്കി. അങ്ങനെയാണ് ജോൺ ഇപ്പൊ ജയിലിലായിരിക്കുന്നത്. ഇപ്പൊ ആൻസി ഫ്രണ്ടായ സിബിനെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈ പൈപ്പിനുള്ളിലുള്ള ഈ പെൻഡ്രൈവില്ലേ, ഈ പെൻഡ്രൈവില് തന്റെ ഭർത്താവായ ജോണിനെ രക്ഷപ്പെടുത്താനുള്ള എന്തൊക്കെ എവിഡൻസ് ഉണ്ട്. സോ ആ എവിഡൻസ് കളക്ട് ചെയ്ത് പോലീസിന്റെ അടുത്ത് എത്തിച്ച പോലീസുകാർക്ക് സത്യാവസ്ഥ മനസ്സിലാവും. അങ്ങനെ ജോണിനെ പുറത്തിറക്കാൻ കഴിയും. അങ്ങനെ ഇപ്പൊ ആ പെൻഡ്രൈവ് എല്ലാം എടുത്ത് അതിലെ ഡാറ്റാസ് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് അത് ആർക്കൊക്കെയോ നായിക സെൻഡ് ചെയ്യുന്നു. എന്നാൽ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അത് ലോഡിംഗ് തന്നെ കാണിക്കുവാണ്. ആ പ്ലാന്റിലെ വർക്കേഴ്സിന്റെ കണ്ണുപിടിച്ചാണ് ഇവർ രണ്ടുപേരും ഈ പൈപ്പിലേക്ക് കയറിയത്. സോ കയറിയതുപോലെ അത്ര എളുപ്പമല്ല ഇറങ്ങിപ്പോവാൻ. സോ കുറച്ചേരം കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ് അവര് പോവും. ആ സമയം നോക്കി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഇപ്പൊ അവർ രണ്ടുപേരും അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഈ പൈപ്പില് തന്റെ ഭർത്താവിനെ രക്ഷപ്പെടുത്താനുള്ള എവിഡൻസ് അടങ്ങിയ ഈ പെൻഡ്രൈവ് ഉണ്ടെന്ന് ആൻസി എങ്ങനെ അറിഞ്ഞു എന്ന് കാണിക്കാൻ തുടങ്ങുന്നു. ജോൺ ജയിലിലായതിനു ശേഷം അയാളെ പുറത്തിറക്കാനായിട്ട് ആനി പഠിച്ച പണി പതിനെട്ട് ശ്രമിക്കുന്നു. എന്നാൽ എന്തൊക്കെ ചെയ്തിട്ടും അതിന് സാധിക്കുന്നില്ല. അങ്ങനെ അവളെ വക്കീലിനോട് സംസാരിക്കുന്ന സമയത്ത് വക്കീല് പറയുകയാണ് ജോണിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡേവിഡ് അവനെതിരെ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ടാണ് ഈ കേസ് ഇത്ര സ്ട്രോങ് ആയി മാറിയത്. ചിലപ്പോൾ ഡേവിഡ് പേടിച്ചിട്ടായിരിക്കും അങ്ങനെ മൊഴി മാറ്റി പറഞ്ഞത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ഡേവിഡിനെ പോയി ഒന്ന് കണ്ട് സംസാരിക്കുക. അതിലെ കോള് കട്ടാക്കുന്നതിന് മുമ്പായിട്ട് വക്കീൽ എന്തോ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സീരിയസ് കാര്യം അവളോട് പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട് ആൻസി ആകെ ഷോക്കാവുന്നതായിട്ടും കാണിക്കുന്നു. അങ്ങനെ കോളെല്ലാം കട്ടാക്കി കഴിഞ്ഞ് ആൻസി നേരെ ഡേവിഡിനെ വീഡിയോ കോൾ ചെയ്യുന്നു. എന്നിട്ട് ജോണ് കുറ്റക്കാരനല്ലെന്നുള്ള കാര്യം നീ കോടതിയിൽ വന്ന് പറയണമെന്ന് പറഞ്ഞ് അവനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുവാണ്. എന്നാൽ അതിനവ സമ്മതിക്കാതിരിക്കുന്ന സമയത്ത് അവൾ ഒരുപാട് ഇമോഷണൽ ആവുന്നു. ജോൺ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയില്ലെങ്കിൽ തന്റെയും തന്നെ കുട്ടീന്റെയും കാര്യം ഭയങ്കര കഷ്ടത്തിലാവും, ഞങ്ങളുടെ കുടുംബം തന്നെ തകർന്നു പോകും. അങ്ങനെ അവൾ സങ്കടത്തോടുകൂടി ഇതെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം കാണുന്ന ഡേവിഡിനും പാവം തോന്നുന്നു. ആക്ച്വലി ഹരി പറഞ്ഞിട്ടായിരുന്നു അവൻ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല രാഷ്ട്രീയത്തിലൊക്കെ ഈ ഹരിക്ക് നല്ല പിടിപാടുള്ളതുകൊണ്ട് അവന്റെ വാക്ക് കേട്ടില്ലെങ്കിൽ തന്നെ അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് ഡേവിഡിന് പേടിയുണ്ട്. ഹരിന്റെ ഈ സ്വഭാവം മനസ്സിലാക്കിയതോടെ ഞാൻ ഇതെല്ലാം ജോണിനെ അറിയിച്ചായിരുന്നു. എന്നാൽ അവൻ പോലും വിചാരിക്കാത്ത ഒരു കുഴിയിൽ ഹരി അവനെ തള്ളിവിട്ടു. ഒടുവിൽ ഇതായപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഡേവിഡ് ആൻസിനോട് പറയുമ്പോൾ നേരത്തെ വക്കീലിനെ വിളിച്ചപ്പോൾ വക്കീൽ എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ആൻസിനോട് പറഞ്ഞായിരുന്നല്ലോ, അത് നമ്മളെ കേൾപ്പിച്ചിട്ടില്ല. ആ കാര്യം ഇപ്പൊ ആൻസി ഡേവിഡിനോട് ഷെയർ ചെയ്യുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നേരത്തെ ആൻസി ഞെട്ടിയ പോലെ തന്നെ ഡേവിഡ് ഞെട്ടുവാണ്. എന്നിട്ട് ഡേവിഡ് പറയാണ് ജോണിനെ രക്ഷപ്പെടുത്താൻ ഞാൻ നിനക്കൊരു വഴി പറഞ്ഞുതരാം. ഞാൻ ആ ഒരു പ്രൊജക്ടിനെയും ആ പ്ലാനിനെയും പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ഒരു പെൻഡ്രൈവിലാക്കി അവിടുത്തെ ആ കണക്ഷൻ പൈപ്പിൽ ഇട്ടിട്ടുണ്ട്. നീ അത് എടുക്കുകയാണെങ്കിൽ ആ എവിഡൻസ് എത്തിക്കേണ്ടവരിടത്തേക്ക് എത്തിക്കുവാണെങ്കിൽ ജോണിനെ സേവ് ചെയ്യാൻ കഴിയും. ഇത് കേൾക്കുന്ന നമ്മുടെ നായിക അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം അതെടുക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി തന്നെ കുട്ടീനെ ഉറക്കി കിടത്തി വാതിലടച്ച് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അതിനു വേണ്ടി. കാരണം അവൾക്ക് ഒട്ടും സമയം കളയാനില്ലായിരുന്നു. അവൾ ഈ സമയം ഒരു ഹെൽപ്പിന് വേണ്ടി ഫ്രണ്ടായ സിബിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവളോടൊപ്പം പോകുന്ന സമയത്ത് സിബി ചോദിക്കുന്നുണ്ട്, അല്ല 1.5 വയസ്സുള്ള കുഞ്ഞിനെ റൂമിൽ ഉറക്കി കിടത്തിയിട്ടാണോ നീ ഇങ്ങനെ പോന്നിരിക്കുന്നതെന്ന്. പേടിക്കാനൊന്നും ഇല്ലടാ, അവൾ രാത്രി ഒന്നും എഴുന്നേക്കില്ല. പിന്നെ നമ്മൾ പോയിട്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ തിരിച്ചു വരില്ലേ, അതുകൊണ്ട് പ്രശ്നമില്ലാന്നും പറഞ്ഞിട്ടാണ് സിബിനെ കൊണ്ട് അവള് പോകുന്നത്. അങ്ങനെയാണ് അവർ രണ്ടുപേരും ഈ പൈപ്പിന്റെ ഉള്ളിലേക്ക് ഇതെടുക്കാൻ വേണ്ടി എത്തിയത്. അങ്ങനെ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് എല്ലാം കട്ടായി പ്രസന്റിലേക്ക് വരുന്നു. ഇപ്പൊ ആ പൈപ്പില് വർക്കേഴ്സ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ അവര്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആൻസി ഒന്ന് മയങ്ങുന്നു. കുറച്ചേരം കഴിഞ്ഞ് ആൻസി കണ്ണു തുറന്ന് നോക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സിബിനെ കാണുന്നില്ല. അങ്ങനെ അവള് വല്ലാതെ പേടിക്കുന്നു. അങ്ങനെ സിബിനെ നോക്കാൻ വേണ്ടി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുവാണ്. അങ്ങനെ അവനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് കുറച്ച് ദൂരെ മാറി അവൻ കിടന്നുറങ്ങുന്നതായിട്ട് അവൾ കാണുന്നു. അങ്ങനെ ഇപ്പൊ അവിടെ ചെന്ന് അവനെ വിളിച്ചു എഴുന്നേപ്പിച്ചിട്ട്
നീ എന്തോന്ന് പറയാതെ പോയത്? ഞാനാകെ പേടിച്ചു പോയി അവള് പറയുന്നു. നിന്റെ അടുത്ത് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാ കൂർക്കമ്പലിയാ നീ? അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മാറിക്കിടന്നേന്ന് ഈ സമയം സിബി പറയുന്നു. ശരി വാ എഴുന്നേക്ക്, സമയമായി, വർക്കേഴ്സ് ഒക്കെ പോയി കാണും, അതുകൊണ്ട് നമുക്ക് എത്ര വേഗം പോവാന്നും പറഞ്ഞ് ഇപ്പൊ സിബിനെയും വിളിച്ചോണ്ട് നായിക എക്സിറ്റിന്റെ അവിടേക്ക് പോകുന്നു. എന്നാൽ ഇപ്പൊ അവിടെ ഒരു കാഴ്ച കണ്ട് അവരാകെ ഷോക്ക് ആവുന്നു. കാരണം എക്സിറ്റ് ഡോറ് ക്ലോസ് ആയിട്ടിരിക്കുവാണ്. വർക്കേഴ്സ് വർക്ക് കഴിഞ്ഞ് പോയ സമയത്ത് അടച്ചിട്ട് പോയതാണിത്. സോ ഇനി അവിടെ കൂടി ഇറങ്ങി പോകാൻ കഴിയില്ല. അവരത് അടക്കില്ല എന്ന് വിചാരിച്ചാണ് അവര് പോകുന്നിടം വരെ ഇവര് വെയിറ്റ് ചെയ്തിരുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആകെ പെട്ടുപോയി. അങ്ങനെ ഇപ്പൊ അവര് രണ്ടുപേരും മാറി അത് തുറക്കാൻ ശ്രമിക്കുന്നു. ഒരു രക്ഷയില്ല. അങ്ങനെ ഇപ്പൊ മൊത്തത്തിൽ അവര് പെട്ടുപോയി. അങ്ങനെ മൊത്തത്തിൽ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് വാച്ചിലേക്ക് നോക്കി ആൻസി പറയുന്നു, എടാ മറ്റൊരു കാര്യമുണ്ട്, അടുത്ത 2 മണിക്കൂറുകൾക്ക് ശേഷം ഈ പ്ലാന്റില് പ്രഷർ ടെസ്റ്റ് നടത്തും. മേ ബി അതിനുവേണ്ടിയായിരിക്കും എക്സിറ്റ് വേ എല്ലാം അവരടച്ചത്. മാത്രമല്ല ഈ ഒരു പൈപ്പിലൂടെ മാത്രം കടന്നു പോകുന്നത് ഹൈ പ്രഷറിലുള്ള എയർ ആയിരിക്കും. പെട്ടെന്ന് ഇവിടെ വന്ന് പെൻഡ്രൈവ് എടുത്ത് തിരിച്ചു പോകാന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ അവരിത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ഇത് കേൾക്കുന്ന സിബി, അല്ല സാധാരണ ഇവിടെ കൂടി കുറഞ്ഞ പ്രഷറിലുള്ള എയർ അല്ലേ കടത്തിവിടാറ്, ഇപ്പൊ എന്തിനാ ഹൈ പ്രഷർ ഇങ്ങനെ കടത്തിവിടുന്നേ? കണക്കിൽ ലോ പ്രഷർ കാണിച്ചിട്ട് ഹൈ പ്രഷർ കടത്തിവിടും. അതിലൂടെ ഈ പ്ലാന്റ് അൺഫിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് ഇത് പൂട്ടിക്കണം. അതാണ് ഹരിയുടെ പ്ലാൻ. അതും കൂടി ആയാൽ പിന്നെ ജോൺ പുറലോകം കാണില്ല. ഇന്ന് തന്നെ അവരത് നടപ്പിലാക്കും. ഈ കാര്യങ്ങളെല്ലാം എന്നോട് എന്റെ വക്കീല് പറഞ്ഞതാണ്. അത് കേട്ട് ഷോക്കായി ഞാൻ. ഇന്ന് തന്നെ ഇതിൽ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ ഭർത്താവിന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇത്ര റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നത്. എന്നാൽ ഇപ്പൊ നമ്മുടെ ഗതികേടിന് നമ്മൾ മൊത്തത്തിൽ പെട്ടുപോയി. ഫോണിൽ നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ല. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് സെൻഡ് ചെയ്ത ഡാറ്റാസ് ഒന്നും പോയിട്ടില്ല. ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് സിബി, നീ ഫോൺ എടുത്ത് ആരെങ്കിലും വിളിച്ചു നോക്കാൻ പറയുന്നു. അങ്ങനെ ഇപ്പൊ നായിക ഫോൺ എടുത്ത് ആരൊക്കെ വിളിക്കാൻ ശ്രമിക്കുന്നു. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ കോള് പോകുന്നില്ല. അത് മാത്രമല്ല 1.5 വയസ്സുള്ള തന്റെ കുട്ടീനെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ടല്ലേ നായിക ഇറങ്ങിയിരിക്കുന്നത്. പാവം, ആ ഒരു ടെൻഷൻ അവൾക്കുണ്ട്. അങ്ങനെ ഇപ്പൊ സിബി എന്താ ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് അവൾ പറയുവാണ്, ഇനിയുള്ള 90 മിനിറ്റ് നമുക്ക് വളരെ വിലപ്പെട്ടതാണ്. സോ രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തി തീരൂ. നമുക്കൊരു കാര്യം ചെയ്യാം, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയി നോക്കാം. എന്തായാലും അവിടെ ഒരു എക്സിറ്റ് വേ ഉണ്ടാവുമല്ലോ. ഇത് കേൾക്കുന്ന സിബി, ശരി അങ്ങനെ ചെയ്യാന്ന് പറയുന്നു. എന്നാൽ നമ്മുടെ നായിക പറയുന്നുണ്ട്, എടാ അത് പക്ഷേ റിസ്ക് ആണ്. മുന്നോട്ട് പോകുന്തോറും ഓക്സിജന്റെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ പ്രഷർ കൂടി മൂക്കിൽ നിന്നും വായിൽ നിന്നൊക്കെ ബ്ലഡ് വരാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന സിബി പറയാണ്, വേറെ വഴിയില്ലല്ലോ നമുക്ക്. സോ രണ്ടും കൽപ്പിച്ച് നമുക്ക് പോയി നോക്കാം. ഇത് കേൾക്കുന്ന നായികയൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണ്. അങ്ങനെ കുറെ ദൂരം പോയി കഴിയുമ്പോഴേക്കും ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട്. ആൻസിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു. ഓൾറെഡി അവൾക്ക് ശ്വാസം മുട്ടിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്സിജന്റെ അളവ് കുറയും തോറും അവള് പെട്ടെന്ന് ഡൗൺ ആവാൻ തുടങ്ങുന്നു. അത് മാത്രമല്ല ആ പൈപ്പിലൂടെ ഇങ്ങനെ കുനിഞ്ഞു നടന്ന് അവളാണെങ്കിൽ നല്ല ടയർഡായി. ഇതേ സമയം ആൻസിന്റെ വീട് കാണിക്കുന്നു. അവൾ ഉറക്കി കിടത്തിയിട്ട് പോകുന്ന അവളുടെ കുഞ്ഞാണെങ്കിൽ ഇപ്പൊ എഴുന്നേക്കുന്നു. എന്നിട്ട് അമ്മയെന്നും വിളിച്ച് മുറിയിലൂടെ അന്വേഷിച്ച് നടക്കുകയാണ് ആ കുട്ടി. അടുത്ത സീനിൽ വീണ്ടും ആൻസിനെ സിബിനെയും കാണിക്കുന്നു. പൈപ്പിലൂടെ അവരങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് പൈപ്പ് രണ്ടായിട്ട് പിരിഞ്ഞു പോകുന്നതായിട്ട് അവർ കാണുന്നു. ഈ സമയം ആൻസി സിബിനോട് പറയാണ്, എടാ ഇതിലൊരു ടേണിംഗ് മംഗലാപുരത്തേക്കുള്ളതും മറ്റൊരു ടേണിംഗ് കൊച്ചിയിലേക്കുള്ളതുമാണ്. നമുക്ക് പോകേണ്ടത് കൊച്ചിയിലേക്കാണ്. എന്ന് ഇതിൽ ഏതാ കറക്റ്റ് വേ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഇൻ കേസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മംഗലാപുരത്തേക്കുള്ള വേ ആണെങ്കിൽ നമ്മുടെ കാര്യം തീർന്നു. നമ്മൾ എന്തായാലും ഇവിടെ എത്താൻ പോകുന്നില്ല. പാതി വഴി എത്തുമ്പോഴേക്കും ശ്വാസം കിട്ടാതെ നമ്മൾ മരിച്ചു പോകും. ഇത് കേൾക്കുന്ന സിബി ഒന്ന് ആലോചിച്ച്, നീ തീരുമാനിക്കുക എവിടെ കൂടി പോകണമെന്ന്. എന്തായാലും പോയി നോക്കിയല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് ഒരു വേ ചൂസ് ചെയ്ത് അവിടെ കൂടി പോകാൻ തുടങ്ങുന്നു. അങ്ങനെ അവിടുന്ന് ഒരു കുറച്ചങ്ങ് നടന്നു തുടങ്ങുമ്പോഴേക്കും ഒരു സൈറൻ കേൾക്കുന്നു. ഇത് കേൾക്കുന്ന ആൻസി സിബിനോട് പറയുകയാണ്, എടാ നമുക്ക് വഴി തെറ്റി. ഇതേ സൈറൻ അടിക്കുന്ന കേട്ടില്ലേ? സോ ഇത് മംഗലാപുരത്തേക്കുള്ള വേ ആണ്. നമുക്ക് പോകേണ്ടത് നേരെ ഓപ്പോസിറ്റ് ഉള്ള വേയിലാണ്. അതാണ് കൊച്ചിയിലേക്കുള്ളത്. നമ്മളോടൊപ്പം ദൈവമുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഈ സൈറൻ കേട്ടത്. നീ പെട്ടെന്ന് തിരിഞ്ഞു നടക്ക്, നമുക്ക് പെട്ടെന്ന് പോവാൻ ആൻസി പറയുന്ന സമയം, എടി സൈറൻ കേട്ടതിന് അർത്ഥം അവരാ പ്രഷർ ടെസ്റ്റ് തുടങ്ങാൻ പോവാണെന്നല്ലേ. അപ്പൊ അവരെ എക്സിറ്റ് വേ എല്ലാം അടച്ചിട്ടുണ്ടാവില്ലേ? ഇത് കേൾക്കുന്ന ആൻസിക്കാണെങ്കിൽ റിപ്ലൈ ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം അവൻ ചോദിച്ചത് കറക്റ്റ് ആയിരുന്നു. എന്നാലും ഒരു പ്രതീക്ഷ വെച്ച് അവർ വീണ്ടും നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ കുറച്ചങ്ങ് പോകുമ്പോഴേക്കും പ്രഷറിന്റെ വേരിയേഷൻ കൊണ്ട് ആൻസിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങുന്നു. ഓക്സിജന്റെ കുറവും ഈ പ്രഷറും എല്ലാം കൂടി ആവുന്ന സമയത്ത് അവൾ ആകെ തളർന്നു പോവുകയാണ്. അങ്ങനെ നടക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാവുന്ന സമയത്ത് അവള് സിബിനോട് പറയുന്നു, നീ മുമ്പേ നടക്ക്, ഞാൻ പതിയെ പുറകെ വന്നേക്കാന്ന്. അത് വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളെയും കൂട്ടിക്കൊണ്ട് തന്നെ അവിടുന്ന് പോകുന്നു. അങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒട്ടും വയ്യാതെ ആൻസി അവിടെ കുഴഞ്ഞു വീഴുന്നു. അപ്പൊ സിബി പെട്ടെന്ന് അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവളുടെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നെല്ലാം ബ്ലഡ് വരാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ സിബി അവളെ കുലുക്കി വിളിക്കുന്ന സമയത്ത് അവൾ കണ്ണു തുറക്കുന്നു. എടി നമുക്ക് സമയമില്ല, നമുക്ക് പെട്ടെന്ന് പോകണം. ഇങ്ങനെ സിബി പറയുന്ന സമയത്ത്, എടാ എന്നെ കൊണ്ടിനും പറ്റുമെന്ന് തോന്നുന്നില്ല, നീ എത്രയും വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. എന്റെ കാര്യം വിട്ടോ, ഇൻ കേസ് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുവാണെങ്കിൽ എന്റെ കുട്ടി വീട്ടിൽ ഒറ്റയ്ക്കാ, അതിന്റെ കാര്യങ്ങൾ നീ നോക്കണം. പിന്നെ നമ്മൾ കോപ്പി ചെയ്തെടുത്ത ഡാറ്റാസ് ഒക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കണം. അവൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവളുടെ ഫോണിന് റേഞ്ച് കിട്ടുന്നു. അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് വക്കീൽ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. എന്ന് എടുക്കുമ്പോഴേക്കും വീണ്ടും നെറ്റ്വർക്ക് പോയി കോള് കട്ടാവുന്നു. തിരിച്ചു വിളിക്കുമ്പോൾ കോള് പോകുന്നുമില്ല. ഈ സമയം ഫോൺ വാങ്ങി നായിക ക്യാമറ ഓൺ ആക്കി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് അത് ആർക്കൊക്കെയോ വാട്സപ്പിൽ സെൻഡ് ചെയ്തിടുവാണ്. ശേഷം ഫോൺ സിബിന്റെ അടുത്ത് കൊടുത്ത് നീ പെട്ടെന്ന് പോവാൻ നോക്കുന്നു പറയുന്നു. അങ്ങനെ ഇപ്പൊ ഫോണും വാങ്ങി സിബി അവിടുന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. കുറച്ചു ദൂരം അങ്ങ് അപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും ആ വാൽവിന്റെ എൻഡ് കാണുന്നു. അതായത് അവർ ഇത്രയും നേരം നോക്കി നടന്ന ആ എക്സിറ്റ് വേ കാണുവാണ്. ഇത് കണ്ടത് സിബി ഒരുപാട് സന്തോഷിക്കുന്നു. പുറത്തേക്ക് കടക്കാനുള്ള വഴി കണ്ടല്ലോ, അപ്പൊ ഇനി രക്ഷപ്പെടാലോ എന്നൊക്കെ അവൻ വിചാരിക്കുന്നു. അങ്ങനെ അവൻ ഒച്ചത്തില് ആൻസി എന്ന് വിളിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് നടക്കാൻ കഴിയാതെ അവിടെ ഇരിക്കുന്ന ആൻസി ആണെങ്കിൽ
പതി എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവൾ വീണ്ടും അവിടെ കുഴഞ്ഞു വീഴുവാണ്. അറ്റ് ദ സെയിം ടൈം വീട്ടിൽ ആൻസിന്റെ കുഞ്ഞ് ആൻസിനെ കാണാതെ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്ന സിബിനെയാണ്. ആ വാൽവിനെ എന്നെ കണ്ടെത്തിയെങ്കിലും അവിടെ കൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്താണ് അതും ക്ലോസ് ആയിട്ടിരിക്കുവാണെന്ന് സിബി മനസ്സിലാക്കുന്നത്. ഇത്രയും ദൂരം ഇവിടെ കൂടി രക്ഷപ്പെടാൻ കഴിയുന്നുള്ള ഒരു പ്രതീക്ഷയായിട്ടാണ് ഇവൻ വന്നത്. ഇനി ഏത് നിമിഷവും അവിടെ ആ പ്രഷർ ടെസ്റ്റിന് നടക്കാം. അങ്ങനെ ഇപ്പൊ ലാസ്റ്റ് ഹോപ്പ് നഷ്ടപ്പെട്ടുകൊണ്ട് സിബി സങ്കടത്തോടുകൂടി അവിടെ ഇരുന്ന് കരയുന്നു. അങ്ങനെ ദേഷ്യം വന്ന എക്സിറ്റ് ഡോറിന്റെ എല്ലാം അവൻ ചവിട്ടുകയൊക്കെ ചെയ്യുന്നു. അപ്പോഴേക്കും അവന്റെ മൂക്കിൽ നിന്നും പ്രഷർ വേരിയേഷൻ കൊണ്ട് ബ്ലഡ് വരാൻ തുടങ്ങുന്നു. അങ്ങനെ അവന്റെയും ബോധം നഷ്ടമാവാൻ തുടങ്ങുന്ന ആ സമയത്താണ് പെട്ടെന്നാലും ആ എക്സിറ്റ് ഡോർ തുറക്കുന്നത്. അത് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ആ സെക്യൂരിറ്റി ആയിരുന്നു. അതെ, നമ്മുടെ സിബി ആ ഡോറിന്റെ ചവിട്ടി സൗണ്ട് എല്ലാം കേട്ടിട്ടായിരുന്നു അയാളത് നോക്കാൻ വേണ്ടി അവിടേക്ക് പോകുന്നതായിട്ട് മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് അയാൾ ഇപ്പൊ ഇത് തുറന്നത്. അങ്ങനെ ഇപ്പൊ സിബിനെ അതിനകത്ത് കണ്ടതും നീ ആരാ, നീ എങ്ങനെ ഇതിനകത്ത് കയറിയെന്നൊക്കെ സെക്യൂരിറ്റി അവനോട് ചോദിക്കുന്നു. ഒരു പാതി ബോധം മാത്രമേ അവന് ഇപ്പോൾ ഉള്ളൂ. എന്നാലും അവൻ പെട്ടെന്ന് ആൻസിന്റെ കാര്യം ആലോചിക്കുന്നു. അങ്ങനെ ആൻസിന്നും വിളിച്ച് അവളുള്ള സ്ഥലത്തേക്ക് അവൻ എഴുന്നേറ്റ് ഓടുവാണ്. ഇപ്പൊ ആ സെക്യൂരിറ്റി ഇവനെ കണ്ടുകൊണ്ട് എന്തായാലും ഇനി അവർക്ക് രക്ഷപ്പെടാൻ കഴിയുമല്ലോ. അങ്ങനെ ആ പ്രതീക്ഷയായിട്ട് അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്ന സമയത്ത് അവൻ കാണുന്ന കാഴ്ച എന്താണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആൻസി ശ്വാസം കിട്ടാതെ മൂക്കിൽ നിന്നെല്ലാം ബ്ലഡ് വന്ന് അവിടെ മരിച്ചു കിടക്കുന്നതാണ്. അങ്ങനെ ഇപ്പൊ ഈ കാഴ്ച കണ്ട് സങ്കടം കൊണ്ട് അവൻ ഒരുപാട് കരയുന്നു. അങ്ങനെ ഇപ്പൊ അവളുടെ ബോഡി എടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് വരുവാണ്. അങ്ങനെ ഇപ്പൊ സെക്യൂരിറ്റിന്റെ ഹെൽപ്പോടെ അവൻ രക്ഷപ്പെട്ടു. അങ്ങനെ പുറത്തേക്ക് എത്തിയോണ്ട് നായകന്റെ ഫോണിൽ നെറ്റ്വർക്ക് കിട്ടുന്നു. അപ്പോഴേക്കും അവൾ സെൻഡ് ചെയ്ത ആ എവിഡൻസ് എല്ലാം കിട്ടേണ്ടവർക്ക് കിട്ടുവാണ്. അതിൽ അവൾ അവസാനമായിട്ട് ഷൂട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇല്ലായിരുന്നോ, അതും വക്കീലിനൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവൾ മരിച്ചു പോയെങ്കിലും അവൾ ആഗ്രഹിച്ച പോലെ ആ എവിഡൻസ് എല്ലാം കിട്ടേണ്ടവരുടെ കയ്യിൽ കിട്ടി. അടുത്ത സീനിൽ കാണിക്കുന്നത് അതെല്ലാം TV ചാനലിലൂടെ എല്ലാം പുറത്തു വരുന്നതാണ്. ഈ വാർത്ത പുറത്തു വന്നതോടെ ആൻസിന്റെ കുഞ്ഞിനെ വേണ്ടപ്പെട്ടവര് രക്ഷപ്പെടുത്തുന്നു. അതുപോലെ ഇതിനെല്ലാത്തിനും പുറകെ കളിച്ചത് ഹരി എന്ന് പറയുന്ന ആ വ്യക്തിയാണെന്ന് മനസ്സിലാക്കിയതോടെ അയാളെ അറസ്റ്റ് ചെയ്ത് നിരപരാധിയായ ജോണിനെ പോലീസ് വെറുതെ വിടുന്നു. എന്നാൽ എന്തൊക്കെയാണെങ്കിലും ഭർത്താവിനെ പുറത്തിറക്കാൻ ശ്രമിച്ച നമ്മുടെ നായിക ഇപ്പൊ ജീവനോട് കൂടിയില്ലല്ലോ, അവൾ മരിച്ചു പോയില്ലേ. അങ്ങനെ ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു എൻഡിങ്ങോടെ ഈ ഒരു മൂവി അതിന്റെ ചെയ്യുന്നു. അപ്പൊ മച്ചാന്മാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? ശരിക്കും ശ്വാസം അടക്കി പിടിച്ച് കാണേണ്ട ഒരു മൂവി, അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു മൂവിയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. പിന്നെ ഇതുപോലുള്ള ത്രില്ലിംഗ് മൂവീസ് ഇനിയും കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇനിയും കാണണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻസും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. ദെൻ ക്യാച്ച് യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.